ഇന്ന് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. അലീന രോഹിത്തിനോട് പറയുകയാണ്, മോനെ, നീ കാരണം ഈ വീട്ടിലെല്ലാവരും ഒരുപാട് വിഷമിച്ചു. അച്ഛൻ വിഷമിച്ചത് എത്രയെന്നറിയാമോ? അതുപോലെ നിൻ്റെ അനിയത്തിമാരായ ബബിതയും കൃഷ്ണമോളും പിന്നെ മോൻ്റെ അമ്മയും ഒരുപാട് വിഷമിച്ച് കാണും. അപ്പോൾ നമുക്ക് അവരോടൊക്കെ മാപ്പ് ചോദിക്കണ്ടേ? മോനിത് കേൾക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നുമായിരിക്കും. എന്നാലും അത് പറയുമ്പോൾ മോൻ്റെ മനസ്സിന് നല്ല സമാധാനം കിട്ടും. അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞു. അലീന അച്ഛൻ അന്ന് എന്തുമാത്രം വിഷമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ രോഹിത് അറിയാതെ കരയുകയാണ്. എന്നിട്ട് അപ്പോൾ അലീന പറഞ്ഞു, മോൻ വിഷമിക്കാതെ നമുക്ക് പോയി അച്ഛനെ കാണാമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അലീനയും രോഹിത്തും ചെന്നപ്പോൾ ബാലചന്ദ്രൻ മേനോൻ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയായിരുന്നു. അലീന പറഞ്ഞു, അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ആ ലാപ്ടോപ്പ് മടക്കി വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് സന്തോഷത്തോടെ ലാപ്ടോപ്പും മടക്കി വെച്ചിട്ട് അവരെ നോക്കിയിരിക്കുകയാണ്. ഇനി പറഞ്ഞു, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ രോഹിത്തിനെ മുന്നോട്ട് നീക്കി നിർത്തിയിട്ട് അലീന പറഞ്ഞു, മോനെ ചെല്ലെന്ന് പറഞ്ഞു. രോഹിത്ത് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞാൻ അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചു. അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, മോനെ, അതൊന്നും സാരമില്ല. അച്ഛന് വിഷമമൊന്നുമില്ല. അങ്ങനെയൊന്നും പറയണ്ട. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. രോഹിത് പെട്ടെന്ന് ബാലചന്ദ്രൻ കാലിലേക്ക് വീണ് മാപ്പ് ചോദിക്കുകയാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. അച്ഛൻ തെറ്റാണെന്ന് അറിയാം. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഇതുപോലെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ബാലചന്ദ്രൻ സങ്കടം സഹിക്കാതിരിക്കുകയായിരുന്നു. ബാലചന്ദ്രൻ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു, സമാധാനിപ്പിച്ചു. ബാലചന്ദ്രനും അറിയാതെ കരഞ്ഞു പോവുകയാണ്. അലീന കൃഷ്ണമോളെയും ബബിതയും അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അവരൊന്ന് നോക്കുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. കൃഷ്ണമോളും ബബിതയും അലീനയും കൂടി അത് നോക്കി നിന്ന് കരയുകയാണ്. ബബിതയ്ക്കും വലിയ സങ്കടം വന്നു. അത് കഴിഞ്ഞിട്ട് അലീന രോഹിത്തിനോട് ചോദിക്കുകയാണ്, രോഹിത്തെ, നിനക്ക് ഇനി നിൻ്റെ അനുജത്തിമാരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രോഹിത്ത് അവർക്ക് അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുകയാണ്, കൃഷ്ണമോളെ, ബബിതേ, ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചു. നിങ്ങൾക്ക് പഠിക്കാൻ പോകാൻ പോലും പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് ചോദിക്കാനല്ലേ ഇനി കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണമോൾ കരഞ്ഞുകൊണ്ട് രോഹിത്തിനെ കെട്ടിപ്പിടിച്ചു. ബബിതയും നോക്കി നിൽക്കുകയാണ്. ബബിത പറയുന്നു, രോഹിത്തെ, എന്നോട് മാപ്പൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഇല്ല, എന്നാലും എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടും. ഞാൻ കാരണം നിനക്ക് കോളേജിൽ പോലും പോകാൻ പറ്റിയില്ലല്ലോ, സോറി എന്നൊക്കെ പറഞ്ഞു. ബബിത പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ ഒരുപാട് കരഞ്ഞു പോകുന്നൊരു എപ്പിസോഡായിരുന്നു ഇത്.